നമസ്കാരം. സ്കൂളുകളും കോളേജുകളും ഇന്ന് ലഹരി സംഘങ്ങളുടെ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ പിടിയിലാണ് എന്നുള്ള വാർത്ത കേരളമൊട്ടാകെ പരക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ സമീപകാല സംഭവ വികാസങ്ങൾ, കുറ്റകൃത്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യുവാക്കൾ, സ്കൂൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ അളവും കൂടുതലാണ്. കാരണം തേടിപ്പോകുമ്പോൾ അതിൽ 90% ലഹരി ഉപയോഗവും അത്തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചുള്ള അതിക്രമങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളിൽ യുവജനങ്ങളുടെ മനസ്സറിയാനായിട്ടാണ് ഈ പരിപാടി ഇന്നിവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളുള്ളത് കോഴിക്കോട് ദേവഗിരി കോളേജിലാണ്. അപ്പോൾ ഈ യുവതലമുറയ്ക്ക് ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്കാനുള്ളത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ സിനിമകളും വെബ് സീരീസും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ അതിനെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലഹരിയെക്കുറിച്ചുള്ള വ്യാകുലപ്പെടലിന് നമ്മൾ ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു കാര്യമൊന്നുമല്ല. ലഹരി വർദ്ധിക്കുന്നു, ലഹരി നമ്മുടെ നാടിനെ കാർന്നു തിന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശങ്കപ്പെടലിന് തുടങ്ങിയിട്ട് കാലം കുറേയായി. ഈ ആശങ്കകൾക്കപ്പുറം നമ്മൾ ഇതിനുള്ള പരിഹാരം എന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ലഹരി വ്യാപിക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മൾ മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് വിദ്യാർത്ഥികളോടാവട്ടെ ആദ്യം അവരോട് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രാധാന്യം എന്നുള്ളതാണ്. വ്യക്തികൾക്ക് എന്തു ആവാം എന്ന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒന്നാമത്തെ പാഠമായിട്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തു ആവാം എന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പുതിയ തലമുറയെ മാത്രം കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലഹരി വ്യാപിക്കുന്നതിൽ ഇവിടുത്തെ അധികാരികളാണ് പ്രതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധികാരി എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രി, മന്ത്രിമാർ, MLA മാർ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് തുടങ്ങിയ അങ്ങനെയുള്ള അധികാരത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് അധികാരികൾ എന്ന് പറയുമ്പോൾ ആ അധികാരി വർഗത്തിൽ രക്ഷിതാക്കൾ പെടും, അധ്യാപകർ പെടും, വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും പെടും. നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ അധികാരി എന്ന നിലയ്ക്ക് നാട്ടുകാരനായ, എൻ്റെ നാട്ടിൽ ലഹരി വ്യാപിക്കുന്നുവെങ്കിൽ നാട്ടുകാരനായ ഞാനടക്കം പ്രതിയാണ്. കേവലമായ പോലീസിനോ മറ്റ് സംവിധാനത്തിനോ നമ്മൾ പൊതുവെ പറയുന്ന അധികാരം എന്ന ഒരു ടേം കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന ആർക്കും ഈ ഒരു ലഹരിയെ തുരത്താൻ സാധിക്കില്ല. അപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും അധികാരികളായി വർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലഹരിയെ തുരത്താൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഒരാൾ വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഇതിനെ എല്ലാത്തിനെയും തടുത്തു നിർത്താൻ കഴിയില്ല. പക്ഷെ ഒരു കൂട്ടമായിട്ട് നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ തടുക്കാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ നിലനിൽന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, ഞാൻ അതിൽ നിന്ന് സൊല്യൂഷനിലോട്ട് വരാം. സിനിമകളായിക്കോട്ടെ, 3 മണിക്കൂറാണ് നമ്മൾ സിനിമ കാണുന്നത്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, ഞങ്ങളൊക്കെ കോളേജിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു, സിനിമ ആ രീതിയിൽ എടുത്താൽ പോരെയെന്ന്. പക്ഷെ നമ്മൾ സൈക്കോളജിക്കലി, മെൻ്റലി അത് നമ്മളെ എങ്ങനെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ അത് കാണപ്പെടുമ്പം അതിലെ ഹീറോസ് അല്ലെങ്കിൽ അതിലുള്ള സംഭവങ്ങൾ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹീറോസ് എന്ന് പറയുമ്പം പലപ്പോഴും എനിക്ക് തോന്നുന്നു മോറൽ പെർസ്പെക്റ്റീവ്സിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് കമേഴ്ഷ്യൽവൽക്കരിക്കപ്പെടുന്ന സിനിമകൾക്ക് വയലൻസ് കൂട്ടാൻ വളരെയധികം പ്രാധാന്യം കൂടുതലാണ്. ക്യാമ്പസുകൾ എടുത്തു നോക്കുമ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ലഹരി എന്ന് പറയുന്നത്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന MDM പോലെയുള്ള സംഭവങ്ങൾ മാരകമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് മെൻ്റലി ഒരാളെ അല്ലെങ്കിൽ ഒരാളെ അടിച്ചമർത്തുന്നത്. അത് അറിയാം, ആക്ച്വലി നമുക്ക് അറിയുന്ന ചില സത്യങ്ങളാണ് അതൊക്കെ. പക്ഷെ എന്തുകൊണ്ട് അതിലേക്ക് സ്റ്റെപ്സ് എടുക്കുന്നില്ല എന്നാണ് ഒരു യുവതലമുറയിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അവബോധം നൽകൽ തന്നെയാണ്. യുവതലമുറയെ ഏതൊക്കെയോ ശക്തികൾ അങ്ങനെ ചെയ്ത് മാറ്റുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെൻഡിനൊപ്പമാണ്, നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനൊപ്പമാണ്, യു ആർ ഇൻ ദ ട്രെൻഡ് എന്ന് ഏതോ ഒരു ഇന്നർ ഹാൻഡ്സ്, ഫൈനാൻഷ്യൽ ഹാൻഡ്സ് അല്ലെങ്കിൽ ഇന്നർ ഗ്ലോബലൈസ്ഡ് പീപ്പിൾ ആർ മേക്കിംഗ് ദ യൂത്ത് ടു ഡു ലൈക്ക് ദാറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവബോധം കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാകില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ അവശേഷിക്കുമ്പോൾ ഇന്ന് നമ്മുടെ അതിഥികളിൽ ഒരാളായി എത്തിയിരിക്കുന്നത് ശ്രീ A. ഉമേഷ്. അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസാണ്. അപ്പം ഈ വിഷയത്തിൽ ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു ആധികാരികമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുമെന്ന്. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് MDM എന്ന സാധനമൊന്നും നമ്മുടെ മക്കളിലേക്ക് എത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം
എക്സ്പെൻസീവാണ്. ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്ത് ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനുള്ള ശേഷിയൊന്നും നമ്മൾക്കില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇതിനുള്ള എവിടെയൊക്കെ നമുക്ക് തിരുത്തപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ വരുന്നത്, ഇഫ് ദർ ഇസ് എ ഡിമാൻഡ് ദർ ഇസ് സപ്ലൈ. എക്കണോമിക്സ് തിയറി തന്നെ, ഡിമാൻഡ് ഉണ്ടോ സപ്ലൈ ഉണ്ടാവും. ഒരു മാറ്റമേ ഉള്ളൂ. എത്രത്തോളം നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ വിളിച്ചാലും അത്രത്തോളം അതിൻ്റെ വില കൂടും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ വേരിറക്കുക എന്നുള്ളതാണ്. ഡിമാൻഡ് കട്ട് ചെയ്യണം. ഡിമാൻഡ് കട്ട് ചെയ്താൽ ഇവിടെ എത്ര MDMA കൊണ്ടുവരുന്ന എന്ത് കാര്യമാണ്? പക്ഷേ ഈ ഡിമാൻഡ് കട്ട് ചെയ്യപ്പെടുന്നു എന്ന് കാണുന്ന അവസരങ്ങളിൽ പല രൂപത്തിൽ പല വേഷത്തിൽ ഡിമാൻഡുകൾ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമം പല ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഏറ്റവും വലിയ ടെററിസം എന്ന് പറയുന്നത് ഡ്രഗ് മാഫിയ തന്നെയാണ്. വെറുതെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഉന്തിയത് കൊണ്ടൊന്നും ലഹരിക്കെതിരെ പ്രവർത്തനമാവില്ല. നേരിട്ട് ഇറങ്ങാനുള്ള ശക്തമായ രീതിയിലേക്കുള്ള ഒരു യോദ്ധാക്കളായി നമ്മൾ മാറുകയാണെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഈ എക്സ്പീരിയൻസും ഈ സോഷ്യൽ വെച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. 2 പോയിൻ്റാണ് പറയാനുള്ളത്. ഒന്ന്, ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടായിരുന്നു. ഒരു പേർപ്പസ് എന്താണ്? അത് നമ്മൾ വളരെ ലോവർ മിഡിൽ ക്ലാസ്സിലും റിച്ച് ആളുകൾക്കാണെങ്കിലും ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ട്. ജാപ്പനീസിൽ ഇക്കിഗായി എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മൾ നമ്മുടെ ആ പേർപ്പസ് കണ്ടെത്തണം. 2, ഞങ്ങൾ വളർന്നു വന്ന് ഇന്ന് കാണുന്ന ഒരു മാറ്റം, ഞങ്ങൾ വളർന്ന കാലത്ത് ഒരു സോഷ്യൽ ഫെൻസ് ഉണ്ടായിരുന്നു. അത് നേരത്തെ ആരും പറഞ്ഞ കടക്കാരൻ തൊട്ടെന്ന് പറഞ്ഞു. അന്ന് കടക്കാരൻ തൊട്ട് നമ്മൾ മാറിപ്പോകുന്നെങ്കിൽ വീട്ടിൽ അറിയിക്കുന്ന ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് മെക്കാനിസം ഉണ്ടായിരുന്നു. അതിന്നില്ലാണ്ടായിട്ടുണ്ട്. ഈ 2 കാര്യമാണ്. 3ാമത് പേടി. ഈ പേടി എന്ന് പറയുന്നത് ഒരു ആളോട് വഴിയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിച്ചോടുന്നതല്ല. ഒന്നുകിൽ ദൈവത്തിന് അല്ലെങ്കിൽ നിയമത്തിന് ഇതിനോടെങ്കിലും നമ്മൾ ബഹുമാനം കലർന്നൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങളുടെ അധ്യാപകരുടെ ഒരു നിരീക്ഷണത്തിൽ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും കുട്ടികളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് നമ്മൾ മൊബൈൽ ഫോൺ സാർവത്രികമായി, ടെക്നിക്കലി മൊബൈൽ ഫോൺ ക്യാമ്പസിൽ ബാൻഡ് ആണെങ്കിൽ പോലും മൊബൈലിൽ വഴിയാണ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തുക. ടീച്ചേഴ്സ് കുട്ടികൾക്ക് തരുന്നതെല്ലാം മൊബൈൽ അല്ല വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ്. അപ്പോൾ അത് വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. വീടുകളിലാണെങ്കിലും നമ്മൾ എല്ലാവരും മൊബൈലിലായിരിക്കും, സംസാരിക്കാൻ പോലും സമയമില്ല. 2ാമത്തെ കാര്യം, തെറ്റാണെന്ന് പറയാൻ പലർക്കും സാധിക്കുന്നില്ല. അത് പറഞ്ഞാൽ പോലും, നമ്മളൊരു സാഹചര്യത്തിൽ പറഞ്ഞാൽ പോലും പലപ്പോഴും നമുക്കത് വേണ്ടത്ര അംഗീകാരം പലപ്പോഴും കിട്ടാറില്ല. കുടുംബാന്തരീക്ഷം, ഈ കുടുംബങ്ങൾക്ക് എത്രത്തോളം ഇതിൽ അവർക്ക് എത്രത്തോളം ഒരു ഇത് ചെലുത്താൻ പറ്റും, എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തി ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്ന് റിഫോം ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നിയിട്ടുള്ള 2-3 കാര്യം എന്താ വെച്ചാൽ, ഒരെണ്ണം ഈ യങ് ജനറേഷനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം ടു ലുക്ക് ഫോർ സൈൻസ്. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രോബബ്ലി ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട് കുട്ടിക്ക്, ഇത് എങ്ങനെ മനസ്സിലാവും? ഇപ്പം ഈ ഒരു ഗ്യാതറിംഗിൽ തന്നെ പേരൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഹെൽപ്സ്. അപ്പോൾ ഞാൻ ഈ കേസസ് ഒക്കെ വായിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ChatGPT നോക്കി ദ കൈൻഡ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ ദെയർ ഇൻ സ്കൂൾസ് എന്നിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ബട്ട് ദർ ഇസ് നോബഡി ടു എഡ്യൂക്കേറ്റ് മീ. ഐ ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. സോ എവറി മദർ ഇസ് നോട്ട് ലൈക്ക് മീ. സോ ദ ഫസ്റ്റ് തിങ് ഇസ് അവയർനെസ് ക്ലാസ്സസ് ഫോർ പേരൻസ് ടു നോട്ടീസ് ഡിഫറൻസസ്. എങ്ങനെയാണ് ഡിഫറൻസസ് ഉണ്ടാവുക, എന്തൊക്കെ ഉണ്ടാവാം എന്നുള്ളത് ഒരെണ്ണം. 2ാമത്തേത് വെരി ഓപ്പൺ ഡിസ്കഷൻസ്. പല സമയത്തും നമ്മൾ ഇപ്പോൾ ബോത്ത് പേരൻസ് ആർ വർക്കിംഗ്. അപ്പോൾ കുട്ടികൾ 4 റൂം ഉണ്ടെങ്കിൽ 4 റൂം ലോക്ക് ചെയ്ത് അവരവരുടെ റൂമിൽ ആ ഒരു സാധനം ഓപ്പൺ ഡോർ പോളിസി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗിവിങ് ചിൽഡ്രൻ ഫ്രീഡം ഇസ് ഗുഡ്, ബട്ട് ലെറ്റിംഗ് ചിൽഡ്രൻ യൂസ് ദാറ്റ് ഫ്രീഡം ടു ഡിസ്ട്രോയ് ദിയർ ലൈഫ് ഇസ് നോട്ട് ഗ്രേറ്റ് പേരന്റിങ് എന്ന് ഞാൻ പറയും. വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും? മോശവശവും അഭിപ്രായപ്പെടുന്നവരുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതിൽ ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പങ്ക് ക്യാമ്പസുകളിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലായിക്കോട്ടെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തായിക്കോട്ടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് പലവിധ സമരങ്ങളിലൂടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇരുന്നാൽ പോലും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം ആൺകുട്ടികളുടെ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അവർ
നീ ഒരു പെഗ് അടിച്ചില്ലെങ്കിൽ നിന്നെ ആൺകുട്ടിയുടെ കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റില്ലടാ, നിനക്ക് ധൈര്യമില്ലടാ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണിത്. ഇവന് ഒരു പെഗ് പോലും അടിക്കാനുള്ള ത്രാണിയില്ല അല്ലെങ്കിൽ ശേഷിയില്ല, അവന് പേടിയാണ് എന്ന് കളിയാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഉയർന്നു പോയിരിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്കാണ് നമ്മുടെ സമൂഹം ഇന്ന് കുതിച്ചു പോരുന്നത്. സാറ് പറഞ്ഞ പോലെ തന്നെ പണ്ട് കഞ്ചാവ് കേസുകളിലൊക്കെ ആയിരിക്കും മാക്സിമം കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ എന്താ പറയുക പിടിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള MDM പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് വിധ സ്റ്റാമ്പുകൾ, സ്റ്റിക്കർ എന്ന് പറയുക, കല്ല് എന്നൊക്കെ പറയുന്ന പലവിധ ലഹരി പദാർത്ഥങ്ങളെയാണ് ഇന്ന് വിദ്യാർത്ഥികളുടെ പിടിച്ച് എന്താ പറയുക വിദ്യാർത്ഥികളെ പിടിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾക്ക് അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയങ്ങൾക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ ഉണ്ടായിട്ടും ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് എന്താ പറയുക പൂർണ്ണമായിട്ടും പലവിധ രാഷ്ട്രീയ സംഘടനകൾക്കും ഇന്നും തീർച്ചയായിട്ടും ഈ ലഹരി എന്ന മഹാവിപത്തിനെ എടുത്തറിയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇന്ന് നമുക്കറിയാം ഈ ഒരു ലഹരി മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു എന്താ പറയുക ക്യാമ്പയിനിൽ നേതൃത്വം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്കൊരിക്കലും എന്താ പറയുക പലവിധ രാഷ്ട്രീയ സംഘടനയിലും പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ലഹരി ക്യാമ്പയിൻ കോളേജുകളിൽ നടത്താൻ കഴിയില്ല, ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കോളേജുകളിൽ ലഹരി എന്ന മഹാവിപത്തിനെതിരെ അല്ലെങ്കിൽ ലഹരി ക്യാമ്പയിനുകൾ നടക്കാതെ പോകാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ട്രോളുകളിലൊക്കെ പറയുന്ന പോലെ ഒരു ഭാഗത്ത് 70കളുടെ വസന്തങ്ങളുണ്ട്, മറ്റു ഭാഗത്ത് 80കളിലുള്ള ആളുകളുണ്ട്, മറ്റൊരു ഭാഗത്ത് 90കളിലുള്ള ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ജെൻസിയിലേക്കും ആൽഫയിലേക്കും ഒക്കെ എത്തുമ്പോൾ, അതിനപ്പുറത്തേക്ക് മില്ലേണിയത്തിലേക്ക് എത്തുമ്പോൾ ആളുകളിലേക്ക് വരുന്ന മാറ്റങ്ങളും അവരുടെ ആറ്റിറ്റ്യൂഡുകളിലും അവരുടെ ഓരോ ചിന്തകൾക്ക് പോലും വല്ലാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിലേക്ക് പറയുകയാണെങ്കിൽ വീടുകളിൽ നിന്ന് തൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ചെയ്യണം എന്ന് നമ്മൾ പാരൻസ് നന്നായിട്ട് പഠിച്ച് അവരുടെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇടപഴകുവാനും സംസാരിക്കുവാനും കഴിയും. മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പുതിയ കാലത്തിൻ്റെ വല്ലാത്തൊരു പ്രവണതയാണ് ഇന്ന് വില്ലന്മാരെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പണ്ടൊരു കാലത്ത് സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കഥകളിലാണെങ്കിലും നോവലുകളിലാണെങ്കിലും ഒക്കെ വില്ലന്മാർ നശിക്കണം, പരാജയപ്പെടണം എന്ന് ചിന്തിക്കുന്നിടത്ത് മാറിയിട്ട് വില്ലൻ പരിവേഷമുള്ള കഥാപാത്രങ്ങൾ, നായക കഥാപാത്രങ്ങൾ അവർ വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ചിത്രങ്ങളാണ്. പലതരത്തിലുള്ള ചിത്രങ്ങളും നമ്മളെ സമൂഹത്തിൽ നമ്മുടെ പുതിയ തലമുറയിൽ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ഇതേ ചിന്ത കാലങ്ങളിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ ഉണ്ടായതും റാഗിങ് നിരോധന നിയമങ്ങൾ ഉണ്ടായതും ഇന്ന് അത് മറ്റൊരു തലത്തിലേക്ക് നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. മാർക്കോ എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിയതിന് ശേഷം ഞാൻ അടുത്തിടെ ടൗണിൽ കൂടെ നടക്കുന്ന സമയത്ത് സുഹൃത്തിൻ്റെ ഒരു മോനെയും കാണാനിടയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ മോനെ സുഖമൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച്, ആള് ഭയങ്കര വികൃതിയാണ്. അപ്പോൾ കളിച്ചപ്പം കയ്യിലൊരു പെണ്ണുണ്ടായിരുന്നു. പെണ്ണെടുത്തിട്ട് നമ്മളെ ഗുസ്തിയൊക്കെ കളിക്കുന്ന മാതിരി ഇങ്ങനെ തിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഗുസ്തിയാണോ? ഞാൻ മാർക്കോലോ ഉണ്ണി മുകുന്നരാ കൊന്നു കളയും ഞാൻ. ഞാൻ കരുതി ആ കുട്ടി ഒരു തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മൂവി പോലും കണ്ടിട്ടില്ല ആ കുട്ടി. അവിടുന്ന് ഇവിടുന്നും ചെറിയ മോനാണ്, അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്നും കേട്ടുള്ള പരിചയമാണോ അല്ലെങ്കിൽ ഈ റീൽസ് പോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള അറിവാണോ എന്നറിയില്ല. അപ്പം മൂവി അവർ കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല, ആസ് എ പാരന്റ് എന്നുള്ള നിലയിൽ അവർ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഒരു പടമൊക്കെ കാണുമ്പോൾ ഒരു കുട്ടികളിലേക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് ആ ഒരു ചെറിയ കുട്ടിയുടെ ഇത് തന്നെ ഉണ്ടാവുകയാണ്. ലൈക്ക് ഞാൻ ഈ ഒരു സിനിമയിലെ നമ്മൾ പണ്ട് പറയാറുണ്ട് ഞാൻ ആ ഒരു ആക്ട്രസ് ആണ്, ഞാനല്ലേ ആ ഒരു ആക്ടറാണെന്നൊക്കെ. പക്ഷെ നമ്മളത് പറഞ്ഞിരുന്നത് ആ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ആ ഒരു ആക്ടറിനോടുള്ള അത് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിനോടൊരു റെസ്പെക്ട് തോന്നിയിട്ടോ അല്ലെ അവരുടെ ആ ഹ്യൂമർ സെൻസ് അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറയുന്നത് അവർക്കൊന്നും അറിയില്ല, ചെറിയ മക്കളാണ്. അപ്പൊ ചെറിയ മക്കളിൽ പോലും അത്രയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ ഇറങ്ങുന്ന പടങ്ങൾ മാക്സിമം അങ്ങനത്തെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ലഹരി ഉപയോഗിക്കുന്ന ടീമിൽ ഒരാൾ മതി ബാക്കി നിൽക്കുന്ന എല്ലാവരെയും അതിലേക്ക് എത്തിക്കാൻ. ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്താ പറയുക ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ഇവരുപയോഗിക്കുമ്പോൾ ഒരിക്കലും മനസ്സിലാക്കില്ല ലൈഫിനെ അത് എൻറ്റയർലി ഡിസ്ട്രോയ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഈ സംഭവം വന്നതെന്നുള്ളത്. അപ്പം മനസ്സിനൊരു ഉറച്ച തീരുമാനമുള്ള ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഈ ഒരു കാര്യത്തിലേക്ക് പോവില്ല.
ഞാൻ ഒക്കെ ഒരു 10th പഠിക്കുന്ന ടൈമിൽ നമ്മളെ സെൻഡ് ഓഫിന് കൂടിപ്പോയാൽ ഒരു പപ്സ്, ഒരു ടാങ്ക് കളിക്കിയത്, അല്ലെങ്കിൽ ഒരു ബിരിയാണി. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ട് 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫിന് കഞ്ചാവ് പാർട്ടി. ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ ഇത്ര കാലം ശിക്ഷ ഉണ്ടാവും, വലുതായിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല, എന്താ സിമ്പതിൻ്റെ പേരിൽ നമ്മളെ വെറുതെ വിടും, ഇങ്ങനത്തെ ഒക്കെ ഉള്ളൊരിതാണ്. അപ്പോൾ ഈ മൈൻഡ് മാറുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ആക്ഷൻ ഇതിനെതിരെ എടുക്കണം എന്നാണ്. ഈ യുവതലമുറ തന്നെ ലഹരിയിൽ അടിമപ്പെട്ട് അതിക്രമങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്ന മോശം രീതിയിലേക്ക് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും നല്ല രീതിയിൽ ചിന്തിച്ച് ഇവയെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണ് പരിഹാരമെന്ന് ചിന്തിക്കുന്ന യുവതലമുറയും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഈ പരിപാടിയും. നമ്മുടെ വിശിഷ്ടാതിഥികൾ സംസാരിക്കാനായിട്ട് നമ്മുടെ ഈ കോളേജിൻ്റെ സെൻറ്റ് ജോസഫ്സ് ദേവഗിരി കോളേജിൻ്റെ ഡിബേറ്റ് ക്ലബ് കോർഡിനേറ്ററായ ഡോക്ടർ സുനിൽ ജോർജ് സാറും കൂടെ ഉണ്ട്. അപ്പോൾ സാറ് നല്ലൊരു കവിത ചൊല്ലുന്ന ഒരാളും കൂടിയാണെന്ന് എനിക്കറിയാൻ സാധിച്ചു. അപ്പോൾ സാറിൻ്റെ ഒരു 4 വരി കവിതയോടുകൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെ ഇട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഇതായിരുന്നു കവിത. പക്ഷേ ഈ കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ വലിയ കവിയായിരുന്ന അക്കിത്തം പറഞ്ഞു, ഇതിലുമേറെ ലളിതമായി എങ്ങനെ കവികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്നതിന് പുതിയൊരു മാനം കൂടി അക്കിത്തം കൊടുത്തു. നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ ജീവിതത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്നലകളിലെ, ഇന്നുകളിലെ, നാളെകളിലെ ജീവിതം എങ്ങനെയാവണമെന്നായിരുന്നു നമ്മുടെ ചർച്ചയുടെ പ്രധാന വിഷയം. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവനവൻ ആരാണ് എന്ന് നിശ്ചയിക്കുന്ന ഇടങ്ങളിൽ വെച്ചാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഞാൻ എന്താണ് എന്ന് മറ്റൊരാളല്ല എന്നോട് പറയേണ്ടത്, അല്ലേ? പണ്ട് പപ്പുവിൻ്റെ വരികൾ അറിയാം, ഞാൻ ആരാണെന്ന് അറിയാമ്പോൾ ഓട്ടോറിക്ഷ വിളിക്കാൻ പറയുന്ന വരികളുണ്ടല്ലോ. അപ്പോൾ അത് അവനവൻ ആരാണെന്ന് തിരിച്ചറിയുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പാണ്. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യം ഞാൻ സ്വാതന്ത്ര്യമൊക്കെ പറയും, വലിയ വലിയ ഐഡിയൽസ് ഒക്കെ പറയും, പക്ഷേ അതിന് മണ്ണിൽ വേരില്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും. ഒരു വെയിൽ മാത്രമേ കൊണ്ടാൽ മതി. അതുകൊണ്ട് അവനവനെ ആവിഷ്കരിക്കുമ്പോൾ ഈ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും നമ്മളൊക്കെ ചേർന്ന് ഈ ലഹരി എന്ന വലിയ വിപത്തിനെതിരെ നമുക്ക് പോരാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.